ഹലോ ഗൈസ്, വെൽക്കം ടു RJ Vlogs. RJ Vlogsന്റെ ഇന്നത്തെ സ്പെഷ്യൽ നാടൻ ബീഫ് കറിയാണ്. അപ്പോൾ ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് പോത്തിറച്ചി. അതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സിന് വേണ്ടി നമുക്ക് വേറെ ചില ഇൻഗ്രീഡിയൻസും വേണം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, നാടൻ വെളിച്ചെണ്ണ, പിന്നെ 1 സ്പൂൺ വിനാഗിരി. ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്ക് നമ്മുടെ നാടൻ ബീഫ് കറിയുടെ മസാലയുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. വറ്റൽമുളക്, നല്ല ജീരകം, കുരുമുളക്, പെരുംജീരകം, മല്ലി. അപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. ഇനി വറുത്തെടുത്ത മസാല മിക്സ് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പം നമ്മൾ മസാല മിക്സ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ചട്ടിയിലിട്ടിടാം. അതിനു വേണ്ടി നമുക്ക് ഇൻഗ്രീഡിയൻസ് ഇപ്പം കാണിച്ചു തരാം. കറിവേപ്പില, കൊച്ചുള്ളി, തേങ്ങ, വെളുത്തുള്ളി, ഇഞ്ചി. ഇനി നമുക്ക് നമ്മുടെ നാടൻ ബീഫ് കറിയുടെ കുക്കിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യണം. പിന്നെ നാടൻ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇനി അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാക്കൊത്ത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ തേങ്ങാക്കൊത്ത് ബ്രൗൺ ആവുന്നത് വരെയും ചട്ടിയിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് ബ്രൗൺ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കൊച്ചുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ച ബീഫ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മിക്സ് ചെയ്ത ബീഫിലേക്ക് 1 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് നമുക്ക് 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അപ്പം നമ്മൾ ബീഫ് അടച്ചു വെച്ച് 15 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ചു വെച്ച മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ നാടൻ ബീഫ് കറി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി താളിക്കാൻ വേണ്ടി ആവശ്യമുള്ളത് കുഞ്ഞുള്ളി, പിന്നെ കറിവേപ്പില. നമ്മൾ ആദ്യം തന്നെ താളിക്കാൻ വേണ്ടി ഒരു പാത്രം എടുക്കുക. പിന്നെ അതിൻ്റെ അകത്തോട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുന്നത് വരെ വെയിറ്റ് ചെയ്യും. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കൊച്ചുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ബീഫ് കറി താളിക്കാൻ വെച്ച കൊച്ചുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ഇത് നമ്മുടെ ബീഫ് കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടപ്പ് വെച്ച് മൂടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാടൻ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു ഷവർമയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർ ഇപ്പൊ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെന്ന് ചെക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ കണ്ടോളൂ.